അമർ ജവാൻ, അമർ ഭാരത്. പാകിസ്ഥാൻ ലജ്ജയില്ലാതെ ഇന്ത്യയെ ആക്രമിച്ചിരിക്കുന്നു. ഭീകരരെ പരിശീലിപ്പിച്ച് അതിർത്തി കടത്തിവിട്ട് കാശ്മീരിലെ ഉറി സൈനിക ക്യാമ്പിൽ ഉറങ്ങിക്കിടന്നിരുന്ന 18 ധീരജവാന്മാരെയാണ് അവർ കൊന്നൊടുക്കിയത്. പലരും ഗുരുതരമായി പരിക്കുപറ്റി ജീവനുമായി മല്ലിടുന്നു. ലജ്ജ എന്ന വാക്ക് മനഃപൂർവ്വമാണ് ഞാൻ ഉപയോഗിച്ചത്. ഏത് ഭീകരപ്രവർത്തനവും ലജ്ജാകരമാണ്, നാണം കെട്ടതാണ്. ഉറങ്ങിക്കിടക്കുന്നവരെ ആക്രമിക്കുകയും കൊല ചെയ്യുകയും ചെയ്യുക എന്നത് ഭീരുത്വത്തിന്റെ അങ്ങേയറ്റമാണ് എന്ന് വ്യാസമഹാഭാരതം തെളിയിച്ചിട്ടുമുണ്ട്. ഉറിയിൽ നടന്നത് അതാണ്. ഇന്ത്യയെ ഉറങ്ങുമ്പോൾ ആക്രമിക്കാൻ മാത്രമേ ഈ ഭീകരർക്ക് സാധിക്കൂ എന്നത് കൊണ്ടായിരിക്കാം. ഇന്ത്യ ഉണർന്നാൽ ലോകം തലകുനിക്കും എന്നതൊരു ചരിത്ര സത്യമാണ്. അത് ആത്മീയമായിട്ടാണെങ്കിലും ഭൗതികമായിട്ടാണെങ്കിലും സൈനികമായിട്ടാണെങ്കിലും. ഉറിയിൽ വീരമൃത്യു വരിച്ച 18 ജവാന്മാരുടെ ഫോട്ടോകളിലേക്ക് നോക്കിയിരിക്കുകയായിരുന്നു ഞാൻ. എല്ലാവരും എനിക്ക് അപരിചിതർ, ഏതൊക്കെയോ ദേശങ്ങളിലുള്ളവർ. എന്നാൽ ഇപ്പോൾ അവർ എനിക്ക് അപരിചിതരല്ല. ആ ചിത്രങ്ങൾക്കപ്പുറം അവരുടെ ചെറിയ വീടുകൾ ഞാൻ കാണുന്നു. ആ വീട്ടിൽ അവർ കണ്ട സ്വപ്നങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നു. ഇപ്പോൾ ആ വീട്ടിലെ വിലാപങ്ങൾ ഞാൻ കേൾക്കുന്നു. കരഞ്ഞ് കരഞ്ഞ് തളർന്ന മാതാപിതാക്കളെയും ഭാര്യമാരെയും പാവം കുഞ്ഞുങ്ങളെയും കാണുന്നു. എന്റെ ജീവിതത്തിൽ നിന്ന് ഒരാൾ അടർന്നു പോയതുപോലെ എന്നെയും ഈ വേർപാട് വേദനിപ്പിക്കുന്നു. ഈ 18 വീടുകളുടെ തുടർ ജീവിതം വിഷാദം നിറഞ്ഞ നിഴലുകളായി എന്റെ കണ്ണുകളിലുണ്ട്. ഇന്ത്യയുടെ ഈ വീരപുത്രന്മാർക്കും അവരുടെ കുടുംബങ്ങൾക്കും എന്റെ കണ്ണീർ പ്രണാമം. എന്നും എന്റെ ഉള്ളിൽ വേദനയായി, ഇന്ത്യ എന്ന വികാരമായി നിങ്ങളുണ്ടാവും. കാശ്മീരിലെ തന്ത്രപ്രധാനമായ പല സൈനിക മേഖലകളിലും പോകാൻ അവസരം ലഭിച്ച ആളാണ് ഞാൻ. ഷൂട്ടിങ്ങിലുപരിയായി ടെറിട്ടോറിയൽ ആർമിയിലെ ഒരംഗം എന്ന നിലയിൽ എത്രമാത്രം ദുർഘടവും പ്രതികൂലമായ സാഹചര്യങ്ങളിലുമാണ് അവ നിലനിൽക്കുന്നത് എന്ന കാര്യം ഞാൻ നേരിട്ട് കണ്ടറിഞ്ഞതാണ്. ഇത്തരം സാഹചര്യങ്ങളിലും നമ്മുടെ ജവാന്മാർ സമർപ്പണത്തോടെ സഹനത്തോടെ ധീരമായി ഇമചിമ്മാതെ കാവൽ നിൽക്കുന്നു. നമുക്ക് വേണ്ടി, നമ്മുടെ ജീവിതത്തിനും സുഖങ്ങൾക്കും സുരക്ഷയ്ക്കും വേണ്ടി. അത് അവരുടെ ജോലിയല്ലേ? അതിനവർക്ക് ശമ്പളവും നൽകുന്നില്ലേ എന്ന് ചോദിക്കുന്ന ചാരുകസേര ബുദ്ധിജീവികളുണ്ട് എന്നെനിക്കറിയാം. അവരെ ഞാൻ സ്നേഹത്തോടെ ആദരവോടെ ക്ഷണിക്കുന്നു. മഞ്ഞ് പെയ്യുന്ന, മരണം മുന്നിൽ വന്നു നിൽക്കുന്ന ഈ പ്രദേശങ്ങളിൽ ഒരു ദിവസമെങ്കിലും അല്ലെങ്കിൽ ഒരു മണിക്കൂറെങ്കിലും ഒന്ന് വന്നു നിൽക്കാൻ. രാജ്യത്തിനു വേണ്ടി ഏത് നിമിഷവും മരിച്ചു വീഴാൻ തയ്യാറായി നിൽക്കുന്ന ഒരു മനുഷ്യന്റെ മാനസിക അവസ്ഥ നിയന്ത്രണ രേഖയിൽ വന്ന് ഒരു പട്ടാളക്കാരനായി നിന്നാൽ മാത്രമേ മനസ്സിലാകൂ. അത് മനസ്സിലാക്കുക, എന്നിട്ട് മാത്രം ഇത്തരം സംഭവങ്ങളോട് പ്രതികരിക്കുക എന്നതാണ് വിവേകവും വിനയവും. മാതൃരാജ്യം, രാജ്യസ്നേഹം എന്നീ ഉന്നത നന്മകൾക്ക് ഇത് രണ്ടും ആവശ്യമാണ്. ഞാനൊരു യുദ്ധക്കുതിയനല്ല, യുദ്ധം സിനിമയിലല്ലാതെ കാണാൻ ആഗ്രഹവുമില്ല. യുദ്ധത്തിന്റെ എല്ലാ വിധത്തിലുള്ള നാശനഷ്ടങ്ങളെക്കുറിച്ചും നല്ല ബോധവാനുമാണ്. എന്നാൽ ശത്രുവിന്റെ ആയുധം നമ്മുടെ ചങ്കിനുള്ളിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോഴും അലസമായിരിക്കാൻ പാകത്തിൽ യുദ്ധവിരുദ്ധനുമല്ല ഞാൻ. പ്രതിരോധിക്കേണ്ട സ്ഥലത്ത് പ്രതിരോധിക്കുകയും തിരിച്ചടിക്കേണ്ട സമയത്ത് തിരിച്ചടിക്കുകയും ചെയ്യുക എന്നത് സൈന്യസന്നദ്ധമായ ഒരു രാജ്യത്തിന്റെ അജണ്ടയിലുള്ള കാര്യം തന്നെയാണ്. അതിന് ആദ്യം വേണ്ടത് ഒറ്റക്കെട്ടായി ഒരേ വീര്യത്തോടെ രാജ്യത്തിന് പിറകിൽ അതിന്റെ പ്രജകൾ അണിനിരക്കുക എന്നതാണ്. എതിരെ ശത്രു വന്ന് നിൽക്കുമ്പോഴും തുച്ഛമായ സ്വന്തം താൽപര്യങ്ങൾക്ക് വേണ്ടി ചേരിതിരിഞ്ഞ് വാചക കസർത്തുകൾ നടത്തുന്നത് ഭീകരപ്രവർത്തനത്തോളം തന്നെ നാണംകെട്ട കാര്യമാണ്. എപ്പോഴൊക്കെ കാശ്മീരിലും മറ്റ് അതിർത്തി പ്രദേശങ്ങളിലും ഭീകരാക്രമണം ഉണ്ടായോ അപ്പോഴെല്ലാം കേൾക്കാൻ പാടില്ലാത്ത തരത്തിലുള്ള അപസ്വരങ്ങൾ നമ്മുടെ പൊതുമേഖലകളിൽ നിന്ന് ഉണ്ടാകാറുണ്ട്. വീട് കത്തുമ്പോൾ അത് അണയ്ക്കാൻ ശ്രമിക്കാതെ വീടിനുള്ളിൽ ബീഡി വലിച്ചതാരാണ് എന്നന്വേഷിച്ച് തമ്മിൽ തല്ലുന്ന പോലെ പരിഹാസ്യമാണിത്. ബീഡി വലിച്ചത് നമുക്ക് അന്വേഷിക്കാം. ആദ്യം തീ അണച്ച് വീടിനെ സുരക്ഷിതമാക്കുക. എല്ലാ വ്യത്യാസങ്ങൾക്കുപരി ഇന്ത്യ എന്ന വലിയ വികാരത്തിന് പിറകിൽ ഒന്നായി അണിനിരക്കാൻ നാം ഇനിയും പഠിക്കേണ്ടതുണ്ട്. രാഷ്ട്ര സുരക്ഷ പോലും സുരക്ഷ ജീവിതം നയിക്കുന്ന വ്യക്തികളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും വിഘടനവാദികളുടെയും സ്വകാര്യ സിദ്ധാന്തങ്ങൾക്കും താൽപര്യങ്ങൾക്കും അനുസരിച്ച് ചിത്രീകരിക്കപ്പെടുമ്പോൾ
അപമാനിക്കപ്പെടുന്നത് സ്വന്തം ജീവനെയും അതിനെ ആശ്രയിച്ച് ജീവിക്കുന്ന കുടുംബത്തെയും മാറ്റി നിർത്തി അതിർത്തിയിൽ മരണത്തിന് മുന്നിൽ മാറി വിരിച്ചു നിൽക്കുന്ന പാവം പട്ടാളക്കാരനെയാണ്. ചോദ്യം ചെയ്യപ്പെടുന്നത് അവന്റെ സത്യസന്ധതയാണ്. കാണാതെ പോകുന്നത് അവന്റെ കണ്ണീരും കടച്ചിലുകളുമാണ്. വീരമൃത്യു വരിച്ച ഈ ജവാന്മാരുടെ ചിതാഗ്നിയിൽ നിന്നായിരിക്കണം ഇന്ത്യ ഒറ്റക്കെട്ടായി ഉണരേണ്ടത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവരോട് നമുക്ക് ചെയ്യാവുന്ന അവസാന നീതിയും നന്ദിയും ഭേദഭാവങ്ങളില്ലാതെ ധീരമായി ഈ രാജ്യത്തിന്റെ കൊടിക്ക് കീഴിൽ അണിനിരക്കുക എന്നതാണ്. മതവും രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രങ്ങളുമെല്ലാം പോർമുഖങ്ങളിൽ ഉപയോഗശൂന്യമാണ്. സ്വന്തം പാളയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളുമായി ഒരു രാജ്യത്തിനും പോർമുഖത്ത് നിൽക്കാൻ സാധിക്കില്ല. ശത്രു തന്നെയാണ് എന്ന് ആദ്യം തിരിച്ചറിയുക, തീർച്ചയാക്കുക, മുന്നോട്ട് നടക്കുക. ഓരോരുത്തരും ഓരോ പടയാളിയാവുക, അമ്മയുടെ മക്കളാവുക. രാജ്യം ഇപ്പോൾ ആവശ്യപ്പെടുന്നത് അതാണ്. ഒരേ സ്വരത്തിൽ, ശക്തിയിൽ, ധീരതയിൽ ഉയരുന്ന ശബ്ദമായി നമുക്കൊന്നായി പറയാം: അമർ ജവാൻ, അമർ ഭാരത്. ജയ് ഹിന്ദ്. സ്നേഹപൂർവ്വം, മോഹൻലാൽ.